George Cock, what the writer, director, നളൻ കുമാരസ്വാമി. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടുള്ളവർക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ പരിപാടി സൂത് കാവും കാതലും കടന്നു പോകും എല്ലാം കിട്ടലും പടങ്ങളാണ്. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു കോമഡി ആക്ഷൻ നമ്മുടെ കാർത്തി വെച്ചിട്ട് DOP ജോർജ് സി വില്യംസ് ISC ഓഫ് കോഴ്സ് അദ്ദേഹം എസ് ഓൾവേസ് കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. വെട്രി കൃഷ്ണനാണ് എഡിറ്റർ. നമ്മുടെ വിഷ്ണു ഗോവിന്ദാണ് ഓഡിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ സ്കോർ ആൻഡ് മ്യൂസിക് മറ്റാരുമല്ല സന, സന്തോഷ് നാരായണൻ. അദ്ദേഹത്തിൻ്റെ ഏരിയയാണ്. സന സുപ്രമസിയാണ് സിനിമ മുഴുവൻ. കാരണം അദ്ദേഹത്തിൻ്റെ വിൻറ്റേജ്, റെട്രോ, കണ്ടംപററി, ഫ്യൂഷൻ, അങ്ങനെ എന്താ വേണ്ട റീമിക്സ്, നാനാണയിട്ട് അതൊക്കെ പുള്ളി റീമിക്സ് ഒക്കെ ഒരു വേറെ പാട്ട് പുള്ളിയുടെ തന്നെ പാട്ടായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് ആക്ഷൻ സീക്വൻസിലായി കഴിഞ്ഞാലും മറ്റ് കോമഡി പരിപാടികളായി കഴിഞ്ഞാൽ തന്നെ സന. ഈ സിനിമ പുരട്ചി തലവർ MG രാമേന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമകളെ അദ്ദേഹത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള സിനിമയുടെ ഒരു പ്രധാന ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ MGRൻ്റെ ആണ്. അതാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സോങ്സ്, പിന്നെ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം കാർത്തി ധരിക്കുന്നത്, പഴുതാര മീശ, അങ്ങനെ കുറേ വിൻറ്റേജ് പരിപാടികൾ. പക്ഷേ അത് സിനിമയുടെ പ്ലോട്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടാണ് സിനിമ ഒരു ഫസ്റ്റ് ഹാഫ് അവിടെ മുതൽ അങ്ങോട്ട് പിന്നെ സിനിമ കംപ്ലീറ്റ്ലി പോകുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി തുടക്കത്തിലെ ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ കാർത്തിയുടെ രാമു, സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹം ആണ് ഇതിലെ പിന്നെ കേന്ദ്ര കഥാപാത്രം രാമേശ്വരൻ. അപ്പോൾ ഈ രാമു ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഇത് ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ള ഓവർ ദ ടോപ്പ് കോമഡിയാണ്. ഇതിൽ യാതൊരു ലോജിക്കും തിരിഞ്ഞു പോയിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ യൂണിഫോം തന്നെ സഫാരി സ്യൂട്ട് അടിക്കുന്ന അവസാനം വെച്ച പുള്ളി അടിച്ചത്. അതിന് റീസൺ പുള്ളി പറയുന്നത് ആളുകളുടെ ഇടയിൽ ഒരു ഗെറ്റപ്പ് ഒരു നിലമേല ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ യൂണിഫോം കോഡൊന്നും തെറ്റിച്ചിട്ടൊന്നും യൂണിഫോം അടിക്കാൻ പറ്റില്ല. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുക ഈ സിനിമയുടെ ഒരു സ്വഭാവം. അതായത് ഇത് അങ്ങനെ പോകുന്ന ഒരു മാഡ്നസ് പരിപാടിയാണ്. അത് പറഞ്ഞാൽ ക്രേസി വൈബ് പരിപാടിയാണ് ഈ ഡയറക്ടർ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രാജ്കിരണാണ് മുത്തച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ മുത്തച്ഛൻ പണ്ട് മുതലേ MGR ഫാനാണ്. ഭയങ്കര കൊടൂരമായ MGR ഫാനാണ്. രാജ്കിരണിനെ ഉപയോഗിച്ചിട്ടാണെന്നത് അറിയില്ല. വയസ്സ് കുറഞ്ഞ് കാണിക്കുന്നു, പക്ഷെ എന്നാലും വയസ്സുണ്ട്. മോർഗൻ ഫ്രീമാനെ പോലെയാണ് രാജ്കിരൺ. ചെറുപ്പം മുതലേ വയസ്സായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ സീൻസൊക്കെ എനിക്ക് കുറച്ച് ഓവറായിട്ടും തോന്നിയിട്ടുണ്ട്. വേറെ ആരും അത്ര വെറുപ്പിച്ചിട്ടായി തോന്നിയിട്ടില്ല. രാജ്കിരൺ സ്ക്രീനിൽ വരുമ്പോഴേക്കും ഒരുമാതിരി അതുപോട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇൻസ്പെക്ടർ രാമു എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഇൻസ്പെക്ടർ ഒന്നല്ല. ഒരു കാർത്തിയുടെ ഒരു നിസ്സംഗ ഭാവമല്ലേ എല്ലാത്തോണ്ടും. അങ്ങനെ കാർത്തിയുടെ കാർത്തിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം വേറെ ആരും ചെയ്താലും സെറ്റാവില്ല, ക്രിഞ്ചായിപ്പോൾ. അപ്പോൾ കാർത്തിയുടെ ആ പെർഫോമൻസ്, പിന്നെ കൃതി ഷെട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ റോളാണ്. ഒരു ഡീലുലു അങ്ങനത്തെ പരിപാടി, അങ്ങനെ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ്. പിന്നെ സോങ്സ് ഞാൻ പറഞ്ഞേ, ഇടയ്ക്കിടയ്ക്ക് സോങ്സ് വരുന്നുണ്ട്. പക്ഷേ ഒരു സോങ്സും അത് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ വെറുപ്പിക്കുന്നതായിട്ടോ അസ്ഥാനത്തായിട്ടൊന്നുമില്ല. അതെല്ലാം പ്ലേസ് ചെയ്തിരിക്കും വളരെ കറക്റ്റായിട്ട്. അതും ഇങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു ടിപ്പിക്കൽ സ്ട്രക്ചറായിട്ടുള്ള പാട്ട് തുടങ്ങുന്നു, വല്ലവി അനുപല്ലവി അങ്ങനെയില്ല. ഇടയ്ക്ക് സോങ് കാര്യം വന്നങ്ങ് പോകും. അത് തന്നെ അതിൽ ചെയ്തിരിക്കുന്ന കാർത്തിയുടെ പെർഫോമൻസും പരിപാടികളൊക്കെ തന്നെ. പിന്നെ ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ പാട്ട് വരുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അതും അങ്ങനെ ഒരു യെല്ലോ ഫേസ് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഹാക്കേഴ്സ്, അപ്പോൾ അവരെ പരിപാടി അങ്ങനെ ഈ രാമു ഇൻവെസ്റ്റിഗേഷന് പോകുന്നതാണ് ഇതിൻ്റെ കഥ. പിന്നെ സത്യരാജ് ഉണ്ട് വെപ്പ് വല്ലൊക്കെ വെച്ചിട്ട്. പിന്നെ ആനന്ദരാജ് അദ്ദേഹത്തിൻ്റെ അനിയൻ. അങ്ങനെ അതായത് ഒരു ഫൺ റൈഡായിട്ട് പിന്നെ വളരെ കൂളായിട്ട് അത് കാർത്തിയുടെ ആയിട്ടുള്ള ഒരു ടൈലർ മെയ്ഡ് റോളായിട്ട് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. കാർത്തി അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൃതി ഷെട്ടി ഒരു പേയ് അങ്ങനെ ഭൂതങ്ങളൊക്കെ ആയിട്ട് പ്രേതങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന അങ്ങനെയൊക്കെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ഈ സിനിമയുടെ കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു ജോൺറ ഷിഫ്റ്റ്. ഇൻവെസ്റ്റിഗേഷൻ മാറി ഇത് പിന്നെ വേറെ പരിപാടി, ഒരു എന്താ പറയുക, ഒരു 144p അന്യൻ എന്ന് പറയാം. അന്യൻ അമ്പി കളി. അതായത് MGRൻ്റെ പിന്നെ ആ ഒരു MGRൽ കൂടെ കാർത്തി MGR ആയിട്ട് മാറി. പിന്നെ നമ്മുടെ പോലീസ് ഓഫീസർ കാർത്തിയും തമ്മിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് സിനിമ. അതേ പേസിൽ തന്നെ അങ്ങനെ പോവാണ്. രാമു ഭയപ്പെടാതെ നമ്പിനാൽ ഓമ്പിടും, ഇങ്ങനെയൊക്കെ കുറേ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. കുതിരയുണ്ട്. അങ്ങനെ പറഞ്ഞില്ലേ ഒരു അന്യൻ അമ്പി സെറ്റപ്പൊക്കെ ഉള്ള കാർത്തിയുടെ ഒരു ലൈറ്ററായിട്ടുള്ള ഒരു സിനിമ. ആക്ഷൻ സീക്വൻസൊക്കെ നല്ല രസത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 മണിക്കൂർ 9 മിനിറ്റേ ഉള്ളൂ. വലിയ വെറുപ്പിക്കണമെന്നില്ലാത്ത എന്നാൽ അപാര സിനിമയൊന്നും കേട്ടോ. അപാര എങ്ങനെ കണ്ടെങ്ങനെ ഇരുന്ന സിനിമയൊന്നുമില്ല. ഇങ്ങനെ ഒരു കാർത്തി പടം. ഓഫ് കോഴ്സ് ഇദ്ദേഹത്തിൻ്റെയും കുമാരസ്വാമിയുടെയും അവരുടെ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ക്രേസി കൂൾ സിനിമ.